തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷായുടെ നിർദ്ദേശം. ബൂത്ത് തലത്തിലെ പ്രവർത്തനം ഉൾപ്പെടെ 30 നിർദ്ദേശങ്ങളും അമിത്ഷാ നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 25% വോട്ടിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി BJP മാറുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മാസത്തിനിടെ രണ്ടാം തവണയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കേരളത്തിലെത്തിയ അമിത്ഷാ നിർണായക നിർദ്ദേശങ്ങളാണ് നേതാക്കൾക്ക് മുന്നിൽ പങ്കുവച്ചത്. യോഗത്തിന്റെ തുടക്കം പങ്കെടുത്ത നേതാക്കളിൽ നിന്നും അമിത്ഷാ ആശയങ്ങൾ കേട്ടു. തുടർന്ന് സംശയങ്ങൾക്കും ഉത്തരം നൽകി. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന BJPക്ക് മുന്നിൽ വോട്ട് ശതമാനം സംബന്ധിച്ച നിർണായക നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കണമെന്നാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിടിക്കാനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാനാകും. BJPയോട് അകന്നു നിൽക്കുന്ന ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് സ്ഥിരമായ സമ്പർക്കത്തിലൂടെ കടന്നു കയറാനാണ് പ്രധാന നിർദ്ദേശം. ബൂത്ത് തലത്തിലെ പ്രവർത്തന രീതി ഉൾപ്പെടെ 30ഓളം നിർദ്ദേശങ്ങൾ അദ്ദേഹം നേതാക്കൾക്ക് മുന്നിൽ പങ്കുവച്ചു. പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാകും തുടർ നീക്കങ്ങൾ. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കത്തോലിക്ക സഭ നേരിട്ട് സമരരംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിന് പിന്നാലെ കേന്ദ്ര സംഘത്തെ ഇന്ന് കുട്ടനാട്ടിൽ എത്തിക്കും. കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. സമാനമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ നിർദ്ദേശം നൽകിയാണ് അമിത്ഷാ മടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല തീരുമാനിക്കുന്ന കാര്യത്തിൽ BJPയിൽ ചർച്ചകൾ തുടരുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. NK പ്രേമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത തള്ളി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. RSP UDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും മറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരളത്തിൽ 85 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം ദയവീത് ഞങ്ങൾക്ക് വിട്ടുക. സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത വാർത്തകൾ ചമച്ചു വിടുന്നത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങൾ എങ്ങനെയും കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരാൾക്ക് ആഗ്രഹിക്കാം RSP ഇനിയും പിളരണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചോ ആരെങ്കിലും? പക്ഷെ എന്റെ ആഗ്രഹമാണെന്ന് പറയണം. UDFിൽ മറ്റേത് കക്ഷിയേക്കാൾ അതോടൊപ്പം തന്നെ UDFിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്നു. അത് പാർലമെന്റ് മുതൽ NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ പോലും നടത്തുന്ന പോരാട്ടം, കേരളത്തിൽ ഈ പാർട്ടിയെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തികളെ തുറന്നു കാട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോവുകയാണ്. ചേർത്തല ആയിഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. സെബാസ്റ്റ്യൻ ആയിഷയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റോസമ്മയുടെ വെളിപ്പെടുത്തൽ. കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാനാണ് സാധ്യത. ഐഷ തിരോധാന കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന, അതായത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ എല്ലാവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് 2 കേസുകൾ മാത്രമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിലൊന്ന് എന്നുള്ളത് ജൈനമ്മയുടെ കേസും മറ്റൊന്ന് ബിന്ദു പത്മനാഭന്റെയുമായിരുന്നു. എന്നാൽ ഐഷ എന്ന വാരനാട് സ്വദേശിയായ സ്ത്രീ കൂടി ഇതിനിടയിൽ കാണാതായിട്ടുണ്ട് എന്നും അവർക്ക് സെബാസ്റ്റ്യനുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നും തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു ന്യൂസ് 18ലൂടെ പുറത്തേക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോസമ്മ എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈ ഐഷ എന്ന സ്ത്രീയെ കാണാതാകുന്നതിന്റെ മുൻപത്തെ ദിവസം, അതായത് തന്റെ പേരിൽ വാങ്ങിയ വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ള വിവരം റോസമ്മ എന്ന അവരുടെ അയൽവാസിയും സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്നു. അവരുടെ വെളിപ്പെടുത്തലിൽ വളരെയധികം നിർണായകമായ പല വിവരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ പേരിൽ ഭൂമി വാങ്ങുന്നതിനായി കരുതി വെച്ചിരുന്ന പണം ഐഷ സെബാസ്റ്റ്യന് നൽകിയിട്ടുണ്ടാകും. അത് വാങ്ങുന്നതിനായി ഞായറാഴ്ച പോയ ഐഷയാണ് കാണാതായത് എന്നുള്ള വിവരം അവർ സ്ഥിരീകരിക്കുന്നു. മറ്റ് കേസുകൾ ഇതിൽ സമാനമായ രീതിയിൽ, അതായത് കാണാതായ സ്ത്രീകളുടെ വീടുകളിലേക്ക് എത്തിയതുപോലെ തന്നെ ഐഷയെ കാണാതായതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് അവർ നമ്മളോട് സ്ഥിരീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെബാസ്റ്റ്യന്റെ മറ്റ് കേസുകളിലെ സെയിം മോഡസ് തന്നെയായിരുന്നു ഐഷയുടേതും എന്നുള്ളതാണ്. ഐഷ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീയായിരുന്നു, റിട്ടയർഡ് ജീവനക്കാരിയായിരുന്നു.
ഒപ്പം തന്നെ അവരുടെ കൈവശം സ്ഥലം എഴുതുന്നതിന് വേണ്ടിയുള്ള പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മറ്റൊന്ന്, ഐഷ തൻ്റെ വീട്ടിൽ സെബാസ്റ്റ്യനും ഐഷയും താൻ നാട്ടിൽ പോയ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് തൻ്റെ വീട്ടിൽ ചിലവഴിച്ചു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ അവർ വ്യക്തമാക്കുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയ സമയത്ത് തൻ്റെ ഫോണിലേക്ക് ഐഷയുടെ നിരവധി കോളുകൾ വന്നിരുന്നു. പള്ളിയിലായിരുന്നതിനാൽ തനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഈ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിടുന്നു. അതിന് പിന്നാലെ തന്നെ റോസമ്മ പറഞ്ഞ കാര്യങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങൾ കൂടി നമ്മൾ എടുത്തു കാട്ടുന്നു. അതായത് ഐഷ തിരോധാനത്തിന് ശേഷം റോസമ്മയും സെബാസ്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെയല്ല, 2017 വരെ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും അതൊരു വിവാഹത്തിലേക്ക് വരെ അതിന്റെ പടിവാതുക്കൽ വരെ എത്തിയ ബന്ധമാണ് അതെന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ റോസമ്മയുടെ വീട്ടിലെത്തുന്നു. ചേർത്തല പോലീസും എത്തുന്നു. ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ള സംശയത്തിന്റെ നിഴലിലേക്ക് എത്തി എന്നുള്ളതാണ്. തുടർച്ചയായി, അതായത് NCSന്റെ സംഘം ഭൂമി പരിശോധനക്കായി എത്തിയ ഘട്ടത്തിൽ റോസമ്മയുടെ വീട്ടിലും അവരെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് അവരുടെ ഫാമിലടക്കം തിരച്ചിൽ നടത്തുന്നു. റോസമ്മ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശരിയല്ല എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും പലതും അവർ ഒളിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു വെളിപ്പെടുത്തലോട് കൂടി അൺഡിക്റ്റഡ് എന്ന ചേർത്തല പോലീസ് എഴുതി തള്ളിയ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ ന്യൂസ് 18ന്റെ ആ ഒരു വാർത്ത കാരണമായി എന്നുള്ളതാണ്. ആ കേസ് റീഓപ്പൺ ചെയ്തു. ഇപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അത്തരമൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും, 9 അംഗ സംഘമായിരിക്കും അന്വേഷിക്കുക. തിരോധാന കേസായി നിലനിൽക്കുന്ന കേസ് 302 അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കൊലപാതക കേസായി സെബാസ്റ്റിനെ പ്രതി ചേർത്തുകൊണ്ട് അതിന്റെ വകുപ്പുകൾ മാറ്റം വരുത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഐഷ സെബാസ്റ്റിനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നതിന്റെ നിർണായക വിവരങ്ങൾ അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപിക, അതായത് റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപികയുടെ ബൈറ്റുകൾ ഉൾപ്പെടെ നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിഞ്ഞു. ഒപ്പം അവരുമായി ബന്ധപ്പെട്ട അൻസിൽ എന്ന ചെറുപ്പക്കാരനും ഇത്തരത്തിൽ ഇവരുടെ ബന്ധം, ഇവർ 3 പേരും തമ്മിൽ വളരെ സ്ട്രോങ് ആയ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഈ രഹസ്യങ്ങളെല്ലാം ഇവർക്ക് അറിയാമെന്നുമുള്ള അവരുടേതടക്കമുള്ള വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നു. വാർത്ത മറ്റൊരു രീതിയിൽ ഫലം കാണുകയാണ്. എന്തായാലും ഇതിനകത്ത്, അതായത് വെറും ഒരു മിസ്സിംഗ് കേസായി ഫയലുകൾ കെട്ടിക്കിടന്നിരുന്ന ഐഷ തിരോധാനം ഇപ്പോൾ ഒരു കൊലപാതക കേസായി മാറാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ധർമ്മസ്ഥല കേസിൽ വൻ വഴിത്തിരിവ്. കൂട്ടക്കൊലപാതകം നടത്തിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയെ SIT അറസ്റ്റ് ചെയ്തു. CN ചിന്നയ്യയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര വ്യക്തമാക്കി. അതേസമയം കേസിൽ വൻ അട്ടിമറി നടക്കുന്നതായി ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ധർമ്മസ്ഥല കൂട്ടസംസ്കാര വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി SIT കസ്റ്റഡിയിലായിരുന്നു ഇയാൾ. ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര വ്യക്തമാക്കി. ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 10 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ജൂലൈ 3-നാണ് ഇയാൾ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ ധർമ്മസ്ഥലയിൽ വിവിധയിടങ്ങളിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് ജൂലൈ 19-ന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കേസിലെ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിലാണ് മണ്ണു നീക്കി പരിശോധന നടത്തിയത്. ഇതിൽ പോയിന്റ് 6-ലും 11A-യിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവ ഫോറൻസിക് പരിശോധനക്കായി അയച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സാക്ഷിയുടെ അറസ്റ്റ് എന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനായുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റ് എന്ന് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമിരോടിയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയവെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ഇതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടും വൻ ട്വിസ്റ്റ്. ഇങ്ങനെയൊരു മകളില്ല എന്ന പ്രസ്താവനയുമായി അമ്മ സുജാത ഭട്ടും രംഗത്തെത്തി. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. ഇവരുടെ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേസ് SIT വിശദമായി അന്വേഷിച്ചു വരുന്നു.
ന്യൂസ് 18 ധർമ്മസ്ഥല. ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. തൃക്കുന്നപ്പുഴ സ്വദേശി സൈനുൽ അബ്ദീൻ എന്ന കുഞ്ഞുമോനും ഭാര്യ അനീഷയുമാണ് കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടന്ന് 17-ന് ഇരുവരും വയോധികയുടെ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. കേസിൽ പ്രദേശത്തെ പള്ളി ജീവനക്കാർ അബൂബക്കർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. പിടിയിലായവർക്ക് വയോധികയോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഒറ്റപ്പന എന്ന സ്ഥലത്ത് വയോധിക കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിരുന്നു. ഈ കൊലപാതകമാണ് ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രദേശവാസി കൂടിയായ അബൂബക്കർ എന്ന വ്യക്തിയെ, അവിടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന അബൂബക്കർ എന്ന വ്യക്തിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർത്തല അമ്പലപ്പുഴ ഡിവൈഎസ്പി അടക്കം നമ്മളോട് സ്ഥിരീകരിച്ചത് അബൂബക്കറാണ് ഈ വയോധികയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ വീട്ടിലെത്തിയ ശേഷം ഈ സ്ത്രീ, ഈ അബൂബക്കർ അവരെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത്, ഇവർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ എത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സ്ഥിരീകരണം നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ വലിയൊരു ട്വിസ്റ്റ് ആ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അബൂബക്കറിനെ കൂടാതെ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അത് സൈനുൽ അബ്ദീൻ എന്ന തൃക്കുന്നപ്പുഴ സ്വദേശിയും ഒപ്പം തന്നെ അയാളുടെ ഭാര്യയായ അനീഷ എന്ന സ്ത്രീയുമാണ്. ഈ അബൂബക്കർ പോലീസ് നൽകിയ മൊഴി പ്രകാരം താനാണ് കൊലപ്പെടുത്തിയെന്ന് അബൂബക്കർ സ്ഥിരീകരിക്കുമ്പോൾ അതിനുശേഷം അബൂബക്കർ ആ വീട്ടിൽ വന്ന് പോയതിനു ശേഷം മണിക്കൂറുകൾക്ക് കഴിഞ്ഞ് പിന്നീട് ആ വീട്ടിലെത്തിയ സൈനുൽ അബ്ദീനും അനീഷയും അത് തങ്ങൾ 2 പേരും ചേർന്നാണ് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം, അവർ ആ രീതിയിലുള്ള ഒരു മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സൈനുൽ അബ്ദീന് നേരത്തെ തന്നെ ഈ സ്ത്രീയുമായി, ഈ വയോധികയായ സ്ത്രീയുമായി വൈരാഗ്യമുണ്ടായിരുന്നു. അവരെ നേരത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ, സൈനുൽ അബ്ദീനെ മോശപ്പെടുത്തുന്ന രീതിയിൽ പരസ്യമായി അഭിപ്രായ പ്രകടനം അടക്കം നടത്തിയ ആളാണ് കൊല്ലപ്പെട്ട വയോധിക എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഇവർ 2 പേരും വീട്ടിലെത്തിയെന്ന് പറയുന്നു. ഇവർ 2 പേരും കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണവും പോലീസിന്, ഈ വയോധിക കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണവും അവർ പോലീസിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ട്വിസ്റ്റാണ്. ഈ കേസിൽ ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇനി അന്വേഷണ സംഘം കൂടുതൽ വ്യക്തതയോടെ പറയേണ്ടിയിരിക്കുന്നു. 2 വന്ന അബൂബക്കറും പിന്നീട് വന്ന സൈനുൽ അബ്ദീനും ഭാര്യയും ഈ കൃത്യത്തിനകത്ത് 2 പേരും ആ രീതിയിൽ കൊലപാതകം നടത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കാരണം ഈ സൈനുൽ അബ്ദീൻ എന്ന വ്യക്തി നേരത്തെ തന്നെ കൊല്ലപ്പെട്ട വയോധികയുടെ വീടിന് അടുത്ത് താമസിച്ചിരുന്ന ആളാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഇയാൾ നേരത്തെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഈ കേസിൽ ഇപ്പോൾ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ ആര് കൊന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നുള്ളത്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് 2 കൂട്ടരും ഇത് സമ്മതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തതയിലേക്ക്, ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. എന്തായാലും അവരുടെ വയോധികയുടെ വീട്ടിലെത്തിയ സൈനുൽ അബ്ദീനും ഭാര്യയും തെളിവുകൾ നശിപ്പിക്കുന്നതിനടക്കം അവിടെ മുളകുപൊടി അടക്കം വിതറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് ആരിൽ നിന്നാണ് സംഭവിച്ചതെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.